മത്തി ഒരു വെറൈറ്റി രീതിയിൽ പൊള്ളിച്ചാലോ? തേങ്ങാപ്പാൽ ചേർത്ത് ഒരു വെറൈറ്റി രീതിയിലുള്ള മത്തി പൊള്ളിക്കലാണ് ഇന്ന് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് 12 പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പില, ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി, 7 അല്ലി വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ഉപ്പ്, ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി. ഇത് നല്ലതുപോലെ ഒന്ന് നമുക്ക് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു 300 ഗ്രാം അളവിൽ മത്തിയുണ്ട്. ഇത് ഇങ്ങനെ വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ഒരു കഷ്ണം വാഴയില വെച്ച് അതൊന്ന് ചൂടായി കഴിയുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം. തീ സിമ്മിൽ വെക്കണം. ഇനി വാഴയിലയിൽ കറിവേപ്പില നിരത്തി വെച്ച് കൊടുക്കാം. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ മസാല പുരട്ടി വെച്ച ആ മത്തി ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഇപ്പോൾ എല്ലാം നമ്മൾ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റിന് ശേഷം നമുക്ക് ഇത് മെല്ലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളിതെല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ നല്ലതുപോലെ കുറുകിയ തേങ്ങാപ്പാൽ, 1/4 പാൽ, ഒരു 1/4 കപ്പ് അതും ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കാം. ഒരു 4 മിനിറ്റിന് ശേഷം തേങ്ങാപ്പാലെല്ലാം നല്ലതുപോലെ പറ്റി കഴിയുമ്പോൾ നമ്മുടെ മത്തി പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഗ്രേവി കൂട്ടി തന്നെ നമുക്ക് ചോറ് കഴിക്കാം. നല്ല ടേസ്റ്റുള്ള കറിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.